സിറ്റുവേഷൻ യു ചേഞ്ച് യുവർ ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് എന്ന് പറയും. സാമ്പത്തിക മേഖലയിൽ നിങ്ങൾക്ക് വ്യത്യാസം വരണമെങ്കിൽ സാമ്പത്തികത്തോടുള്ള നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫ് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുക്കുക. സാമ്പത്തിക മേഖലയെ കുറച്ചുകൂടി കുറച്ചുകൂടി ഗൗരവപരമായിട്ട് എടുക്കുക. ചിലർ പറയാം പണം വരും പോകും, ഇതേക്കുറിച്ചൊക്കെ എന്തിനാ അധികം ചിന്തിക്കണത്, നമ്മൾ അധ്വാനിച്ചാലും കഷ്ടപ്പെട്ടാലും പോകാനുള്ള സമയത്ത് പോകണം, പോകുമ്പോൾ നമ്മളിതൊന്നും കൊണ്ടുപോകണില്ലല്ലോ, ഇതൊന്നും കെട്ടിപ്പിടിച്ചിട്ട് പോകണില്ലല്ലോ. ഇതൊക്കെ മടിയന്മാർ സ്ഥിരമായി ഉപയോഗിക്കുന്ന വരികളാണ്. പോകുമ്പോൾ നമ്മൾക്ക് കൊടുത്തിട്ട് പോകാൻ, ഞാൻ പറയാം അടുത്ത തലമുറയ്ക്ക് കൈമാറിപ്പോകാൻ ഒരു അബണ്ടൻസിൻ്റെ ഒരു മേഖലയുണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിതങ്ങൾ അവർ കഷ്ടപ്പെടാതിരിക്കാൻ, ഞാൻ പോകുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞാലും എനിക്ക് കൈമാറ്റം, ടു ട്രാൻസ്ഫർ ദ മണി. സാമ്പത്തിക പ്ലാനിങ്ങിൽ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ട്രാൻസ്ഫർ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ പല എപ്പിസോഡുകളിലും കണ്ടുവല്ലേ, വരവ്, ചിലവ്, കടം, സമ്പാദ്യം, നിക്ഷേപം, കൈമാറ്റം. 6 മേഖലകളാണ് ഉള്ളത്. വരവ്, ചിലവ്, കടം, സമ്പാദ്യം, നിക്ഷേപം, കൈമാറ്റം. ഈ കൈമാറ്റം ചെയ്യുന്ന മേഖലയ്ക്ക് വേണ്ടിയാണ് വേണ്ടത്. അല്ലാണ്ട് മരിക്കുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ മടിയന്മാരാണ് പറയുന്നത്, എന്നാൽ ഇപ്പോൾ ഒന്നും പണിയൊന്നും എടുക്കേണ്ട, ഒന്നും ഉണ്ടാക്കണം. അവിടെ നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ ലൈഫിനെ സീരിയസ് ആയിട്ട് എടുക്കുക. സാധാരണ ഞാൻ കണ്ടുവരുന്നൊരു പ്രവണതയാണ് ദ റിച്ച് ബൈ ദ ടൈം ആൻഡ് ദ പുവർ സെൽ ഇറ്റ്. പണം ഉണ്ടാക്കണമെന്നുള്ളവർ മറ്റുള്ളവരുടെ സമയത്തെ അവരെടുത്ത് ഉപയോഗിക്കും. പണം ഉണ്ടാക്കണമെന്ന് ചിന്തയില്ലാത്തവർ അവരുടെ സമയത്തെ അവർക്കങ്ങോട്ട് കൊടുക്കും. നമ്മുടെ സമയത്തെ മനോഹരമായിട്ട് ചെലവഴിക്കാൻ, ഉപയോഗിക്കാൻ. ഇപ്പം ഫിക്സഡ് വരുമാനത്തെക്കുറിച്ച് പറഞ്ഞാൽ അവിടെ നമ്മൾ സമയം കൊടുക്കണം. ഫ്ലെക്സിബിൾ വരുമാനത്തെ സംബന്ധിച്ച് നമ്മൾ പലരുടെ സമയത്തെ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു സാമ്പത്തിക പ്ലാനിങ്, അങ്ങനെ നമുക്കത് ഉണ്ടാക്കണം, റവന്യൂ ഉണ്ടാക്കണം. ചില വ്യക്തികളൊക്കെ ചില ചെറുകിട സംരംഭ പദ്ധതികളൊക്കെ തുടങ്ങുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെ ഈ ഐഡിയ കിട്ടി, എങ്ങനെ സാധിച്ചു ഈ ഒരു സംഭവം കൊടുക്കാൻ? ചിലപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കുന്നൊരു പാത്രമായിരിക്കാം, ഒരു കട്ടൻ്റെ രീതികളായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളായിരിക്കാം, ചക്ക കൊണ്ടുള്ള വിവിധ വിഭവങ്ങളായിരിക്കാം. ഞാൻ ചോദിക്കും, എങ്ങനെ ഈ തോട്ട് പ്രോസസ്സ് ഈ സംരംഭത്തിന് എങ്ങനെയാണ് ഒരു സ്പാർക്ക് ഉണ്ടായത്? അപ്പോൾ അവരെന്നോട്, ടീച്ചറെ ഞാനൊരു പ്രശ്നം കണ്ടുപിടിച്ചു, മനുഷ്യർക്ക് ഇന്നത് ആവശ്യമാണ്, ഞാനൊരു പ്രശ്നം കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദെയർ പ്രോബ്ലം, ഹൗ ക്യാൻ ഐ മേക്ക് മൈ റവന്യൂ, യുവർ പ്രോബ്ലം ഈസ് മൈ റവന്യൂ. അപ്പോൾ അവരുടെ പ്രശ്നത്തെ എനിക്കെങ്ങനെ എൻ്റെ റവന്യൂ ആയിട്ട് മാറ്റാൻ പറ്റും? അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? അപ്പോൾ ഉൽപ്പന്നത്തിൻ്റെ ഡിസൈനിലോ, കെട്ടിലോ, മട്ടിലോ, ഗുണത്തിലോ, കഴിവിലോ, ഉപയോഗത്തിലൊക്കെ ഒരു മാറ്റം വന്ന് ഒരു സാധനം ലഭ്യമാക്കിയാൽ അതോടെ ധാരാളം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തുന്നത് കേട്ടോ. ഇങ്ങനെ ലഭ്യമാക്കി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം തീരുകയും ചെയ്യും, എനിക്ക് വരുമാനമാവുകയും ചെയ്യും. ആ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടാണ് നമുക്ക് വേണ്ടതല്ലേ. കാരണം സമ്പത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഗ്രീഡി ലാംഗ്വേജിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരു ആർത്തിയുടെ ലാംഗ്വേജിൽ നിന്നല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ലാംഗ്വേജിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ലാംഗ്വേജിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ അച്ചടക്കം വേണ്ടൊരു മേഖലയാണ് സാമ്പത്തിക മേഖല, ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ തകരുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ലാക്ക് ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിനാണ്. എങ്ങനെ കാര്യങ്ങൾ വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കണമെന്നും ചിലവ് എങ്ങനെ ചുരുക്കണമെന്നും ആ കുടുംബത്തിന് അറിഞ്ഞുകൂടാ. സ്വാഭാവികമായിട്ടും അവർ തകർന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഈ തകർച്ചയിലോ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അവർക്കും ഇവർക്കും എല്ലാവർക്കും ഉണ്ട്, എനിക്ക് മാത്രമേ ഇല്ല, എന്നിട്ട് അവരും ആരും ഒന്നും എനിക്കൊന്നും തരുന്നുമില്ല. ഇങ്ങനെ പറയുന്ന ഒരു പരിതാപകരമായ സെൽഫ് പിറ്റിയുടെ സ്റ്റേജ്, അതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് അല്ലേ. ഒരു സെൽഫ് പിറ്റിയുടെ സ്റ്റേജിലേക്ക് അവരെത്തുകയാണ്. എന്നിട്ട് എന്നെ കാണാൻ ആരെങ്കിലും വരുന്നുണ്ടോ, ഞാൻ ആശുപത്രിയിൽ പോയി 2 ദിവസം കിടന്നാൽ ആരൊക്കെ കാണാൻ വരുന്നൊന്ന് നോക്കാമായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സെൽഫ് പിറ്റിയിൽ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ മുഴുവൻ വന്നു കയറുന്നത് മുഴുവൻ ഒരു നെഗറ്റിവിസമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം ഒരു പരാജയമായിപ്പോയി, കുഞ്ഞിലെ തുടങ്ങി എൻ്റെ അപ്പന് കാശില്ലായിരുന്നു, എൻ്റെ അപ്പൻ്റെ അപ്പനും കാശില്ലായിരുന്നു, എനിക്കും കാശില്ലായിരുന്നു, ഞങ്ങൾ ജനിച്ചതേ ദരിദ്രരായിട്ടാണ്, ഞങ്ങൾ ജീവിക്കണം ദരിദ്രരായിട്ടാണ്, ഞങ്ങൾ മരിക്കുമ്പോഴും ദരിദ്രരായിട്ടാണ്. ഇതെന്ത് പൊട്ട ചിന്ത. ജനിക്കുമ്പോൾ ദരിദ്രമായിട്ട് ജനിച്ചേക്കാം, കുഴപ്പമില്ല, ബിക്കോസ് നമ്മളവിടെ ജനിക്കണമെന്ന് നമ്മളെല്ലാം തീരുമാനിച്ചത്. ബട്ട് ഒരുവൻ ജനിക്കുന്ന ദരിദ്രനാണെങ്കിൽ അത് അവൻ്റെ കുറ്റം കൊണ്ടല്ല, ഒരുവൻ മരിക്കുന്നതും ദരിദ്രനായിട്ടാണെങ്കിൽ അത് അവൻ്റെയും കൂടി കുറ്റം കൊണ്ടാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ
ഡിസിപ്ലിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഒരു ഫൈനൽ കാരണം എന്നാണെന്നറിയാം, നമ്മുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ടെങ്കിൽ നമ്മൾ ആരാണെന്ന് നമ്മൾ മറന്നുപോകും. ചില മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അല്ലേ. അവർ പണം ചെലവഴിക്കുന്ന രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരാരാണെന്ന് അവർ മറന്നുപോയി. ഇനി നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആരാണെന്ന് മറ്റുള്ളവരും മറന്നുപോകും. ഇഫ് യു ഹാവ് മോർ മണി ഇൻ യുവർ ഹാൻഡ് ഓൺലി യു ഫർഗെറ്റ് who you are. If you don't have enough money in your hand, the whole world will forget who you are. ചില അല്പന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ, ആവശ്യത്തിലധികം പണം വന്നു കഴിഞ്ഞപ്പം അവരാരാന്ന് അവർ മറന്നുപോയി, അവരുടെ ബന്ധങ്ങൾ മറന്നുപോയി, അവർ വളർന്ന വഴികൾ മറന്നുപോയി, അവർ താണ്ടിയ രീതികളൊക്കെ മറന്നുപോയി. എന്നിട്ട് അവർ ഏതാണ്ട് നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പുതുപ്പണക്കാർ എന്നൊരു വാക്കാണ് ഉപയോഗിക്കാറ്. പുതുപ്പണക്കാർ. ഈ പുതുപ്പണക്കാരുടെ ജീവിത രീതി കാണുമ്പോൾ അവർ മറന്നുപോയി അവരാരാണെന്ന്. അതുകൊണ്ട് ഒരുതരം ഷോ ഓഫാണ് ലൈഫ്. എന്നാൽ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് കാശില്ലെങ്കിൽ ലോകവും മറന്നു പോകും കേട്ടോ നമ്മൾ ആരാണെന്ന്. സുഹൃത്തുക്കളുണ്ടാകത്തില്ല, ബന്ധുക്കളുണ്ടാകത്തില്ല. ഒത്തിരി പേരുടെ പരിഭവവും പരിദേവനം നമ്മൾ കേട്ടിട്ടില്ലേ. എന്നെ അവർ കല്യാണത്തിന് വിളിച്ചില്ല, എന്നെ അവർ പരിഗണിച്ചില്ല, കാരണം എനിക്ക് കാശില്ലല്ലോ. സെൽഫ് പിറ്റിയുടെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ചില മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഡോണ്ട് ലെറ്റ് മണി റൺ യുവർ ലൈഫ്. പണമല്ല നമ്മുടെ ജീവിതത്തെ നയിക്കേണ്ടത്, പണത്തിൻ്റെ അച്ചടക്കത്തോടുകൂടിയുള്ള സമീപനമാണ് നമ്മൾ നയിക്കേണ്ടത്. ഇറ്റ് ഷുഡ് നോട്ട് ബി മണി, ഇറ്റ് ഷുഡ് നോട്ട് ബി ഫിനാൻസ്, ബട്ട് ഇറ്റ് ഷുഡ് ബി ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അതാണ് നമ്മുടെ പോയിൻറ്റ്. ഫിനാൻഷ്യൽ മേക്ക് ഓവർ നന്നാകണമെങ്കിൽ പണമല്ല നമ്മളെ നയിക്കേണ്ടത്, പണത്തെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന അച്ചടക്കം, ഡിസിപ്ലിനാണ് നമ്മളെ കൈകാര്യം ചെയ്യേണ്ടത്. അതാണ് ഫിനാൻഷ്യൽ മേക്ക് ഓവർ എന്ന് നമ്മൾ പറയുന്നത്. കാരണം പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. ചിലർക്കത് നന്നായിട്ടുണ്ട്. ചില നല്ല ബിസിനസ്സുകാർ പെട്ടെന്ന് കയറി വരുന്ന ബിസിനസ്സുകാരെ കാണുമ്പോൾ അധ്വാനിച്ച് ബുദ്ധി കൊണ്ട് അല്ലെങ്കിൽ പൈസ കൊണ്ട് കഴിവ് കൊണ്ട് സാഹചര്യങ്ങൾ അധ്വാനിച്ച് നേടിയെടുത്ത്, നമുക്കറിയാം ചില കമ്പനികൾ കടകളൊക്കെ തുറക്കുന്നതൊക്കെ ചെറിയ രീതിയിൽ തുടങ്ങി വലുതായിട്ട് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ മേക്കിംഗ് മണി ഈസ് എ സ്കിൽ, ബട്ട് മെയിൻറ്റെയിനിങ് മണി ഈസ് ഡിസിപ്ലിൻ. ദാറ്റ്സ് അവർ പോയിൻറ്റ്. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുപോവുക. നമ്മുടെ സാമ്പത്തിക നിലവാരത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത്. അങ്ങനെ സാമ്പത്തിക അച്ചടക്കം നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു ഫിനാൻഷ്യൽ മേക്ക് ഓവർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ചിലവ് അല്ലാതെ കുറയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല, ഒരു പരിധിക്ക് താഴോട്ട് ചിലവ് കുറയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ വരുമാനം വർദ്ധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് പണം കയ്യിൽ നിൽക്കാതെ ഉഴലുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ആത്മഹത്യ ചെയ്യാൻ പരിശ്രമിച്ചവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പണവും സമയവും കൈകാര്യം ചെയ്യാൻ നമ്മൾ പഠിക്കുക. അത് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവർ, അതറിയാവുന്നവർക്കൊണ്ട് എന്നും പണിയെടുത്തുകൊണ്ടേയിരിക്കും. തമാശയ്ക്ക് ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, പണമില്ലാത്തവന് പറ്റ് ബുക്ക്, പണമുള്ളവന് പാസ്ബുക്ക്, പണിയില്ലാത്തവന് ഫേസ്ബുക്ക്. തമാശയാണ് കേട്ടോ, പക്ഷേ അതിനകത്ത് വലിയ കുറേ കാര്യങ്ങൾ കിടപ്പുണ്ട്. പണമില്ലാത്തവനാണ് പറ്റ് ബുക്ക്. കട ചെന്ന് വെച്ചാൽ കട എഴുതിക്കോളാൻ പറയും. പറ്റ് ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ നാളെ തരാം, പിറ്റേ ദിവസം വീണ്ടും എഴുതിക്കാൻ നാളെ തരാം, ഇങ്ങനെ മാസാവസാനം മുഴുവൻ തീർക്കാതെ പിന്നെയും കുറച്ചുകൂടി അടുത്ത മാസത്തേക്ക് മാറ്റി വയ്ക്കും അല്ലേ. പണമുള്ളവൻ്റെ ഈ പാസ്ബുക്ക് ഉണ്ട്, പാസ്ബുക്കിൽ പൈസ ഉണ്ടാകും അല്ലേ. ഫേസ്ബുക്കിനെ നമ്മളിങ്ങനെ കളിയാക്കാൻ പാടില്ല, കാരണം ഫേസ്ബുക്ക് നല്ലൊരു സോഷ്യൽ മീഡിയയാണ്. പക്ഷെ ചില മനുഷ്യരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണിയെടുക്കാതെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായിട്ടിരിക്കുന്നവർ, ജോലി ചെയ്യേണ്ട സമയത്ത് സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റായിട്ടിരുന്നു കൊണ്ട് ആ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുകയാണ്. അതുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് ആവശ്യമാണ്. ഒരു സ്ത്രീ ഒരു ദിവസം എന്നോട് പറയുകയാണേ, എൻ്റെ ടീച്ചറെ എൻ്റെ പേഴ്സ് സവോള പോലെയാണ്. ഞാൻ എന്താണ് സവോളയ്ക്ക് എന്താ ടീച്ചറെ, തുറക്കും തോറും കരച്ചിൽ വരുക. അതുകൊണ്ട് തുറക്കും തോറും കരച്ചിൽ വരുന്ന സവോള പോലെ ആകരുത് നമ്മുടെ പേഴ്സ്. നമുക്ക് സന്തോഷം തരുന്ന, സമാധാനം തരുന്ന, നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ജീവിതങ്ങളെ അല്ലേ. ഞാനിപ്പോൾ അവരോട് പറഞ്ഞേ, കണ്ണീര് തുടയ്ക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സവോള അരിയാന്നല്ല ചിന്തിക്കേണ്ടത്, കണ്ണീര് തുടയ്ക്കാൻ ആരുമില്ലെങ്കിലും ഞാൻ സവോള അരിയാന്ന് ചിന്തിക്കുകയെന്ന്. അതാണ് നമ്മുടെ ഭാഗത്ത്, ആരും കൂടെ ഇല്ലെങ്കിൽ. അപ്പോൾ ആ രീതിയിലുള്ളൊരു വളർച്ച, അതൊരു വലിയ ലക്ഷ്യബോധമാണ്. ഈ ലക്ഷ്യബോധത്തിൽ സാമ്പത്തിക മേഖലയ്ക്ക് ഈ ലക്ഷ്യബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തത്തില്ല. നമുക്ക് കാശില്ലാത്തതിന് ആരെയും കുറ്റപ്പെടുത്തത്തില്ല,
നമ്മുടെ പൂർവികരെ, നമ്മുടെ പേരൻസിനെ അവരെയൊന്നും കുറ്റപ്പെടുത്തത്തില്ല. ചുറ്റുപാടുകളെ, സർക്കാരിനെ, വ്യവസ്ഥിതിയൊന്നും കുറ്റപ്പെടുത്താതെ ഞാൻ പറഞ്ഞ ഫ്ലെക്സിബിൾ ഇൻകം, ഫിക്സഡ് ഇൻകം ഓർത്തോളണം അല്ലേ. സ്ഥിര വരുമാനം, വ്യതിയായ വരുമാനങ്ങൾ, കേട്ടോ. അത് പ്ലൂറലാണ് ഞാൻ പറഞ്ഞത്. ഫ്ലെക്സിബിൾ ഇൻകം പ്ലൂറലാണ്. പല മാർഗ്ഗങ്ങളിലൂടെ ആയിരിക്കാം. ചില വീട്ടമ്മമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അവർക്കൊരു ജോലിയുണ്ട്, ഒപ്പം അവർക്കൊരു ചെറുകിട കുടിൽ വ്യവസായമുണ്ട്, അപ്പം മറ്റേതെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക, തയ്യലിലൂടെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. കരയാൻ ആരുമില്ലെങ്കിലും സവാള അരിയാമെന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വളർന്നവർ. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത്. ആകാം നമുക്കൊരു മേക്ക് ഓവർ. താങ്ക് യു.